വിശ്വസ്തയോടുകൂടി വെഞ്ചരിച്ച ഉത്തരീയം മേടിച്ച് ഒരു വൈദികനും നമ്മൾ ധരിച്ചിട്ട് 24 മണിക്കൂറും ധരിക്കുകയും അമ്മയുടെ സംരക്ഷണം തേടി ഓരോരുത്തരും അവരായിരിക്കുന്ന ജീവിത അവസ്ഥയിൽ വിശുദ്ധി കാത്തു പരിപാലിക്കാനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പണ്ടത്തെ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ഒപ്പീസ് ചെല്ലണം. ഇപ്പം അങ്ങനെയില്ല. ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതും വേണ്ട. തുടക്കത്തിലെ നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഓർക്കുന്നുണ്ടോ? വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയുടെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി. ഈ വിശുദ്ധൻ ചോദിച്ചു, മോളെ, നിന്റെ കഴുത്തിൽ ഒരു ഉത്തരീയം ധരിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മ എന്നെ നിർബന്ധമായിട്ട് ഇടിച്ചിരിക്കുന്നതാണത്, ഊരാൻ സമ്മതിക്കത്തില്ല. ഈ വിശുദ്ധൻ പറഞ്ഞ് അതാണ് കാരണം ഇത് പരിശുദ്ധ അമ്മയുടെ വസ്ത്രമാണ്. ഇത് ധരിക്കുന്ന വ്യക്തികളെ പരിശുദ്ധ അമ്മ പൊതിഞ്ഞു സൂക്ഷിക്കും. ആർക്കും നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ മോശമായിട്ടുള്ള യാതൊരു വികാരങ്ങളും ഉണ്ടായില്ല. ഇവളെ കണ്ടു കഴിഞ്ഞപ്പോ സുന്ദരിയാണെങ്കിലും അണിഞ്ഞൊരുങ്ങി നിന്നെങ്കിലും ഇവളെ കണ്ടപ്പോ ഒരു സഹോദരിയായി പെങ്ങളുടെ സ്ഥാനത്ത് ഒക്കെയാണ് ആളുകൾ കണ്ടത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമർപ്പിതരെ, യുവക്കന്മാരെ, നമ്മൾക്ക് ശുദ്ധത പാലിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമുണ്ട്. പരമപരിശുദ്ധനായ ദൈവം പരിശുദ്ധിയോടുകൂടി അമലോത്ഭവയായി പാപത്തിന്റെ പുരളാതെ ഒരു സൃഷ്ടിയെ രൂപപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടണം. ആ അമ്മയുടെ സംരക്ഷണത്തിന്റെ വസ്ത്രമാണ് ഈ ഉത്തരീയം. ഇത് ധരിച്ചുകൊണ്ട് 24 മണിക്കൂറും ധരിച്ചുകൊണ്ട് ശുദ്ധത കാത്തു പരിപാലിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ടാകും എന്ന് അനേക ആയിരം സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ജപിക്കുവാൻ ജപമാല സ്വർഗത്തിൽ തരുന്ന സമ്മാനമാണ്. രണ്ടാമത്തെ സമ്മാനം ധരിക്കുവാൻ ഇത് കണ്ടിട്ടുണ്ടോ? എന്നത് ബന്ധിക്കും ഉത്തരീയം. ധരിക്കുവാൻ ഉത്തരീയം, ജപിക്കുവാൻ ജപമാലയും ധരിക്കുവാൻ ഉത്തരീയവും, 2 സ്വർഗീയ സമ്മാനങ്ങളുമായിട്ടാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്നലെ ജോബിയച്ചൻ ജപമാലയുടെ ശക്തിയെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിച്ചു. സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ആരാധനയുടെ ആരാധനയായ വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായ യാമപ്രാർത്ഥനകൾ, കാനോനിക്കൽ പ്രേയേഴ്സ്. അത് കഴിഞ്ഞാൽ കുടുംബത്തിലെ ദീപബലി എന്നറിയപ്പെടുന്ന ജപമാല അണുബോംബിനെ കഴിഞ്ഞും ശക്തിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. സുവിശേഷം ചരടിൽ കോർത്ത മാലയാണ് ജപമാല എന്ന് വിശുദ്ധനായ ചാവർ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവൻ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുത പ്രാർത്ഥനയാണ് ജപമാല എന്ന് നമ്മൾ കണ്ടു. അണുബോംബിനെ കഴിഞ്ഞ് ശക്തിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്നലെ ജോബി അച്ഛൻ സൂചിപ്പിച്ചു. 1945 ഓഗസ്റ്റ് 7-ന് 9-ലും ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ അമേരിക്ക ആറ്റം ബോംബിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ചത്തൊടുങ്ങി. ഒരു ജീവി പോലും അവിടെ അവശേഷിക്കാത്ത അവസ്ഥയായി. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ റേഡിയേഷൻ കൊണ്ട് 1,30,000-ത്തിലധികം ആളുകൾ മരിച്ചുവെന്നാണ് ഗവൺമെന്റ് കണക്ക്. എന്നാൽ ഈ അപകട സ്ഥലത്ത് നിന്ന് 4 ഈശോ സഭാ വൈദികര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇന്നലെ നമ്മൾ കേട്ടതാണ്. 200-ലധികം ഡോക്ടർമാർ അവരെ പരിശോധിച്ചിട്ട് അവരോട് പറഞ്ഞു, ഏറ്റവും കൂടി വന്നാൽ ഒരാഴ്ച നിങ്ങൾ ജീവിക്കും. എന്നാൽ ഈ ബോംബ് വർഷത്തിന്റെ 30-ാമത്തെ വാർഷികത്തില് അവരിൽ ഒരുവനായ ഒരു വൈദികൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. കാരണം ഫാത്തിമയിൽ വെളിപ്പെടുത്തിയതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് മുടങ്ങാതെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ അണുബോംബിന്
ഞങ്ങളുടെ ജീവനെ തകർക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം. വ്യക്തിജീവിതം, കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകണം. 4 വീടുകളെ ജോബി അച്ഛൻ പരിചയപ്പെടുത്തി. എലിസബത്തിൻ്റെ ഭവനം, കാനായിലെ കല്യാണ വീട്, യോഹന്നാൻ്റെ ഭവനം, സെഹിയോൻ മാളിക. ഈ ഭവനങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച മാറ്റങ്ങളെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വിവരിച്ചു കാണിച്ചു. ഈ 4 ഭവനങ്ങളെ വിവരിച്ചിട്ട് ജോബി അച്ഛൻ പറഞ്ഞു, 5ാമതൊരു ഭവനമുണ്ട് പരിശുദ്ധ അമ്മ സന്ദർശിക്കേണ്ടതായിട്ടുള്ളത്. അത് നമ്മളുടെ ഭവനമാണ്. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ, കുടുംബജീവിതം നവീകരിക്കപ്പെടുവാൻ ഈ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം. നമുക്കറിയാം, പരിചയമില്ലാത്ത വ്യക്തികളെ നമ്മൾ വീട്ടിൽ പ്രവേശിപ്പിക്കാറില്ല. പാർക്കിലോ ബസ്സിൽ വെച്ചോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ നമ്മൾ ആളുകളോട് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പരിചയമില്ലാത്ത ഒരു വ്യക്തി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്ത് നിർത്തി സംസാരിക്കും. അല്പം കൂടെ പരിചയമുണ്ടെങ്കിൽ നമ്മൾ വരാന്തയിൽ നിർത്തി സ്നേഹമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു കസേരയൊക്കെ എടുത്ത് ഇരിക്കാനൊക്കെ പറയും. പരിചയമുള്ള വ്യക്തികളെ മാത്രമേ നമ്മൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. ഒരുമാതിരി പരിചയമുള്ള ആളുകളെ സ്വീകരണ മുറിയിലിരുത്തി അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് കാര്യങ്ങളും കുശലാന്വേഷണമൊക്കെ നടത്തി നമ്മൾ പറഞ്ഞു വിടുന്നു. നമ്മുടെ സ്വന്തം ഭവനത്തിൽ എല്ലാ മുറികളിലേക്കും പോകുന്നതിനും കയറി ഇറങ്ങുന്നതിനും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ആ വീട്ടിൽ ഒരംഗത്തെ പോലെ ആ ഭവനത്തിൽ വസിക്കണമെങ്കിൽ ആ വ്യക്തിയെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവ്, ധാരണ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ വചന സന്ദേശം ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയിൽ എളിമയോടെ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പേടിച്ചുകൊണ്ട് ഒരു 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ 4 ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഈ അമ്മയെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. അമ്മയെ വീട്ടിൽ കൊണ്ട് നമുക്ക് താമസിപ്പിക്കണം. അതിനു മുമ്പ് 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഈ അമ്മ? പരിശുദ്ധ അമ്മ എനിക്ക് ആരാണ്? രണ്ടാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് ഈ അമ്മയെ എനിക്ക് കിട്ടുക? മൂന്നാമത്തെ ചോദ്യം, ഈ അമ്മ എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് എന്ത് തരും? നാലാമത്തെ ചോദ്യം, ഈ അമ്മ എൻ്റെ വീട്ടിൽ സ്ഥിരമായി വസിക്കുവാൻ ഞാൻ എന്ത് നടപടികൾ സ്വീകരിക്കണം? ഇങ്ങനെ 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. ഈ 4 ചോദ്യത്തിൻ്റെ ഉത്തരം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥയിൽ അമ്മയോട് ചേർന്ന് കൂടുതലായി നമുക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് പരിശുദ്ധ അമ്മ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് പരിശുദ്ധ അമ്മ. ദൈവം സൃഷ്ടിച്ചതിലെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. 6 ദിവസങ്ങളായിട്ട് ദൈവം സൃഷ്ടികർമ്മം നടത്തുകയാണ്.
ഈ പ്രപഞ്ചവും അതിലുള്ള സകല വസ്തുക്കളും ഇല്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുകയാണ്. ഓരോ സൃഷ്ടിയുടെയും അവസാനം അത് നന്നായിരിക്കുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. 6 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിലൂടെ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുവാനുള്ള അധികാരവും അവകാശവും അവന് നൽകുകയാണ്. ഈ ലോകം മുഴുവൻ പെറ്റുപെരുകുവാനായിട്ട് അവനെ അനുഗ്രഹിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടി, അതെല്ലാം നന്നായി എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ എന്തിനാണ് വേറെ ഒരു സ്പെഷ്യൽ സൃഷ്ടിയെ നടത്തുന്നത് എന്ന് നമുക്കൊരു പക്ഷേ സംശയം തോന്നിയേക്കാം. മനുഷ്യൻ്റെ ബലഹീനമായിട്ടുള്ള നിമിഷങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർ പെരുകുന്നതനുസരിച്ച് പാപം പെരുകുന്നതായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. അനാദികാലങ്ങളിൽ ദൈവം ന്യായാധിപന്മാർ വഴിയായിട്ട്, രാജാക്കന്മാർ വഴിയായിട്ട്, പ്രവാചകന്മാർ വഴിയായിട്ട് തൻ്റെ കൽപ്പനകൾ നൽകി അതനുസരിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനതൊന്നും കൂട്ടാക്കാതെ സ്വതന്ത്ര ചിന്തയുള്ള മനുഷ്യന് ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അടിക്കടി ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം പിതാവായ ദൈവം തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഞാൻ എൻ്റെ പുത്രനെ അയക്കും. ദൈവം തീരുമാനിച്ചു. പരമപരിശുദ്ധനായ ദൈവം മനുഷ്യാവതാരം ചെയ്യുവാനായിട്ട് തീരുമാനിക്കുകയാണ്. പരമപരിശുദ്ധനായ ദൈവം മനുഷ്യാവതാരം ചെയ്യുവാൻ, മനുഷ്യനായി പിറക്കുവാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി പാപത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വ്യക്തിയായിരിക്കണമെന്ന് പരമപരിശുദ്ധനായ ദൈവം ആദിയിലേ നിശ്ചയിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്, കന്യകാമറിയം. ഈ മറിയത്തെ, ഈ പെൺകുട്ടിയെ അവളുടെ അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ അവളെ ഉത്ഭവ പാപത്തിൽ നിന്ന് ദൈവം മോചിപ്പിക്കുകയാണ്. അതിനു മുൻപും അതിന് ശേഷവും പാപത്തോടു കൂടിയാണ്, ഉത്ഭവ പാപത്തോടു കൂടിയാണ് മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു വ്യക്തിക്ക് മാത്രം ഉത്ഭവ പാപത്തിൽ നിന്നും ദൈവം മോചനം നൽകുകയാണ്. ആ തിരുനാളാണ് നാളെ നമ്മൾ ആഘോഷിക്കുന്നത്, അമലോത്ഭവ മാതാവിൻ്റെ തിരുനാള്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് കാണും. പാപത്തിൻ്റെ കറപുരളാതെ പരമപരിശുദ്ധിയായിട്ട് ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മഹോന്നതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് പരിശുദ്ധ കന്യകയ്ക്ക് ദൈവം ജന്മം നൽകുകയാണ്. ഈ അമ്മയെ എങ്ങനെയാണ് ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 3 വിധത്തിലാണ് അമ്മയെ നമ്മളിന്ന് മനസ്സിലാക്കുക. പരമ പരിശുദ്ധയായ, സൃഷ്ടിയുടെ മകുടമായ, വിശുദ്ധരെ കഴിഞ്ഞും മാലാഖമാരെ കഴിഞ്ഞ് ഉപരിയായി യേശു കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ആത്മീയ ജീവിതത്തിന് സമുന്നതമായിട്ടുള്ള സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ അമ്മയെപ്പറ്റി എങ്ങനെയാണ് ലോകം മനസ്സിലാക്കുക? സെക്കുലറായിട്ട് ചിന്തിക്കുമ്പോൾ, സാധാരണ മനുഷ്യർ ചിന്തിക്കുമ്പോൾ, ഒരിക്കലൊരു ഒരു പഠനം നടത്തുകയുണ്ടായി. നാഷണൽ ജിയോഗ്രാഫിക് എന്ന് പറയുന്ന ചാനലുകാരൊരു പഠനം നടത്തി. ഈ ലോകത്തിൽ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മതപരമായിട്ടും ആത്മീയമായിട്ടുമൊക്കെ
ഏറ്റവും കൂടുതൽ ലോക ജനതയെ സ്വാധീനിച്ച സ്ത്രീരത്നം ഏതാണ് എന്നതാണ് അവരുടെ പഠന വിഷയം. ഒരു നൂറ്റാണ്ടിലല്ല, കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലായി ലോകത്തെ സ്വാധീനിച്ച സ്ത്രീരത്നം. പല രാജ്യങ്ങളിൽ അവർ പോയി പഠനം നടത്തി, പല ഉത്തരങ്ങൾ അവർക്ക് ലഭിച്ചു. പക്ഷേ ആ പഠനത്തിൻ്റെ അവസാനം 20 നൂറ്റാണ്ടുകളായി ലോകജനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാനായിട്ട് സാധിച്ചത് നസ്രത്തിലെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിനാണ് എന്ന് അവർ കണ്ടെത്തി. രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ആത്മീയമായിട്ടും ലോകജനതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്ത്രീരത്നമാണ് നസ്രത്തിലെ യേശുവിൻ്റെ അമ്മയായ മറിയം. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചില ആളുകൾ, ഇപ്പോഴത്തെ നമ്മുടെ മീഡിയക്കാരെ പോലെ ചില ആളുകൾ പറഞ്ഞു, ഇത് വെറും ഒരു മാനുഷിക പഠനമാണ്. ഒരു ചാനലുകാർ ഒരു പഠനം നടത്തി പ്രഖ്യാപിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല. സഭ പരിശുദ്ധാത്മാവിലാണ് നിവേശിതമായി പരിശുദ്ധ കത്തോലിക്ക സഭ എന്താണ് ഈ അമ്മയെ പറ്റി പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, 4 കാര്യങ്ങൾ വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ അമ്മയെപ്പറ്റി സഭ പഠിപ്പിക്കുകയാണ്. 1, അവൾ അമലോത്ഭവയാണ്. 2, അവൾ ദൈവമാതാവാണ്. 3, അവൾ നിത്യകന്യകയാണ്. 4, അവൾ സ്വർഗാരോപിതയാണ്. അനേക വിശുദ്ധരെ നമുക്ക് പരിചയമുണ്ട്. അന്തോനീസും ഗീവറീസും സെബസ്ത്യാനോസും ചാവറ പിതാവും ഏപ്രാസ്യാമ്മയും മറിയം തെരേസയും മദർ തെരേസയും അമ്മ തെരേസയും ഇങ്ങനെ കുറേ ആളുകളെ നമുക്കറിയാം. ഇവരെ പറ്റിയൊന്നും വിശ്വാസ സത്യങ്ങളില്ല. പരിശുദ്ധ അമ്മയെപ്പറ്റി മാത്രം 4 കാര്യങ്ങൾ വിശ്വാസ സത്യമായിട്ട് സഭ പഠിപ്പിക്കുകയാണ്. 1, അവൾ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധനായ ദൈവം മനുഷ്യാവതാരം ചെയ്യുന്നതിന് തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ജനനമെടുക്കുന്ന അതേ നിമിഷം തന്നെ അവളെ ദൈവത്തിൻ്റെ പ്രസാദപരത്താൽ പൂരിതയാക്കി ഉത്ഭവപാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതാണ് അമലോത്ഭവം എന്ന വിശ്വാസ സത്യമായി സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്കരായിട്ടുള്ള ഓരോ വ്യക്തിയും വിശ്വാസിയും ഇത് വിശ്വസിക്കണം. 2ാമത്തെ സംഗതി, അവൾ ദൈവമാതാവാണ്. ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും അടങ്ങിയിരിക്കുന്ന, ഒരേ സമയവും ദൈവവും മനുഷ്യരുമായ യേശുവിൻ്റെ അമ്മയാണവൾ. നമ്മളുടെയൊക്കെ അമ്മ നമുക്കെങ്ങനെ ജന്മം നൽകിയോ അതുപോലെ പരിശുദ്ധ അമ്മ യേശുവിന് മാംസവും രക്തവും നൽകി അക്ഷരാർത്ഥത്തിൽ അവൻ്റെ അമ്മയായി. ഇതൊരു വിശ്വാസ സത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നു. 3ാമത്, അവൾ നിത്യകന്യകയാണ്. യേശുവിൻ്റെ ജനനത്തിന് മുമ്പും യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്തും യേശുവിൻ്റെ ജനനത്തിന് ശേഷവും അവൾ നിത്യകന്യകയായി നിലകൊള്ളുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു. 4ാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി സഭ പഠിപ്പിക്കുകയാണ്. അവൾ സ്വർഗാരോപിതയാണ്. പരിശുദ്ധ കന്യകയ്ക്ക് ഈ ലോകത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം പൂർത്തീകരിച്ചപ്പോൾ ആത്മശരീര വിശുദ്ധിയോടെ, ആത്മശരീരങ്ങളോടെ അവളെ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. ത്രിലോകരാജ്ഞിയായി അവൾ ഇന്ന് വാഴുന്നു. ഈ 4 കാര്യങ്ങൾ വിശ്വാസ സത്യമായിട്ട് അമ്മയെപ്പറ്റി സഭ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയെപ്പറ്റി മാത്രം. ഈ അമ്മയെയാണ് ഈ അൾത്താരയിൽ നമ്മൾ വണങ്ങുന്നത്. അമ്മയെ വണങ്ങുകയാണ്, ആരാധിക്കുകയല്ല. നമുക്കറിയാം, വേളാങ്കണ്ണിയിലൊക്കെ ആളുകളെ കൊണ്ട് പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, സങ്കടകരമായിട്ടുള്ള കാഴ്ച. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഓട്ടുകയാണ് മാതാവിൻ്റെ പഴയ പള്ളിയിലേക്ക് അത്ഭുത സ്റ്റാച്ചു കാണാൻ. അവിടെ പോകുന്നു, അവിടെ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നു,
കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു, ഒന്നും തെറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള പല ആളുകളും വിശുദ്ധ കുർബാന കാണുന്നതിനോ ബലിയർപ്പണം നടത്തുന്നതിനോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനോ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാഹിക്കുന്നതിനോ ഒന്നും താല്പര്യം കാണിക്കാറില്ല. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നതിന് താല്പര്യം കാണിക്കാറില്ല. അമ്മ ത്രിലോക രാജ്ഞിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള സൃഷ്ടിയാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധരെ കഴിഞ്ഞും മാലാഖമാരെ കഴിഞ്ഞും ഉപരിയായിട്ടുള്ള സ്ഥാനം യേശുക്രിസ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള സമുന്നതമായിട്ടുള്ള പാതയാണ് മറിയം എന്ന് നമുക്കറിയാം. പക്ഷേ മറിയം സൃഷ്ടിയാണ്. അവളെ നമ്മൾ ആരാധിക്കുകയല്ല, വണങ്ങുകയാണ് ചെയ്യുന്നത്. 2 ലത്തീൻ വാക്കുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ലാത്രിയ, അതിൻ്റെ അർത്ഥം അഡോറേഷൻ, ആരാധന. 2ാമത്തെ വാക്ക് ധൂളിയ, അതിൻ്റെ അർത്ഥം വണക്കം. ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ. ആദിയും അന്ത്യവുമില്ലാത്ത ദൈവത്തെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. ദൈവത്തിന് മാത്രം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4:8 വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 7:12 ആമേൻ. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതിയും മഹത്വവും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും എന്നേരവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആരാധന ദൈവത്തിന് മാത്രം. ധൂളിയ എന്ന വാക്ക് വണക്കം, അത് നമ്മൾ വിശുദ്ധർക്ക് നൽകുന്നതാണ്. ക്രിസ്തീയ പൂർണ്ണതയിൽ അവർ പ്രശോഭിച്ചത് കൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവരുടെ മാധ്യസ്ഥം തേടുന്നു, അവരെ വണങ്ങുന്നു. അന്തോനീസും ഗീവർഗീസും സെബസ്ത്യാനോസും ചാവറപ്പിതാവും അൽഫോൻസാമയും എവുപ്രാസ്യാമയും എല്ലാവരും ഈ ഗണത്തിൽപ്പെട്ടവരാണ്. അവരെ നമ്മൾ വണങ്ങുകയാണ്, ആരാധിക്കുകയല്ല. പക്ഷെ ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധ അമ്മ എല്ലാ സൃഷ്ടികളെ കഴിഞ്ഞും സമുന്നതമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധർക്ക് കൊടുക്കുന്ന ഈ സാധാരണ വണക്കം പോരാ, സമുന്നതമായിട്ടുള്ള വണക്കം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നു. ദൈവത്തിന് ആരാധന, വിശുദ്ധർക്ക് വണക്കം. പരിശുദ്ധ അമ്മയ്ക്ക് ഇതിൻ്റെ 2ൻ്റെയും മധ്യത്തിലുള്ള സമുന്നതമായിട്ടുള്ള വണക്കമാണ് നമ്മൾ നൽകുന്നത്. അമ്മയെ നമ്മൾ ആരാധിക്കുന്നില്ല. ഈ അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അമ്മയെ നന്നായി നിന്നെ മനസ്സിലാക്കി, നീ അർഹിക്കുന്ന രീതിയിൽ നിന്നെ സ്നേഹിക്കുവാൻ, വണങ്ങുവാൻ എന്നെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലുത് കരമുയർത്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 2ാമത്തെ ചോദ്യം. ഒരു കാര്യങ്ങൾ പറയാനുണ്ട്, സമയത്തിൻ്റെ പരിധി കൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. 2ാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് എനിക്ക് ഈ അമ്മയെ കിട്ടുക? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നാണ് അമ്മയെ കിട്ടുക. യോഹന്നാൻ്റെ സുവിശേഷം 19, 25, 26 തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിൻ്റെ ഭാര്യയായ മറിയവും മഗ്ലേന മറിയവും നിന്നിരുന്നു. 19, 26 യേശു താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ താഴെ നിൽക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അനന്തരം അവൻ അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ആ നിമിഷം മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. അമ്മയെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് യോഹന്നാൻ. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച്
സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകളിൽ, തീരാ ദുഃഖങ്ങളിലെ, തെറ്റിദ്ധാരണകളിൽ, കടബാധ്യതകളിൽ, രോഗങ്ങളിൽ ഈ കുരിശ് ദൈവം എനിക്ക് അറിവോടുകൂടി എൻ്റെ വിശുദ്ധീകരണത്തിന്, പാപികളുടെ മാനസാന്തരത്തിന്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ കുരിശിൽ കിടക്കുന്ന ഈശോ നമുക്ക് പരിശുദ്ധ അമ്മയെ തരും. ഇതാ നിൻ്റെ അമ്മ, മകളെ ഇതാ നിൻ്റെ അമ്മ, മകനെ ഇതാ നിൻ്റെ അമ്മ, വീട്ടിലേക്ക് കൊണ്ടുപോകുക. നിനക്ക് വേണ്ടി മാതൃകയായി, മധ്യസ്ഥയായി നിൻ്റെ കൂടെ വസിക്കുവാൻ നിനക്ക് ഞാൻ അമ്മയെ തരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമുക്ക് അമ്മയെ കിട്ടുക. 2000 വർഷം തികഞ്ഞപ്പോൾ ക്രിസ്തു ജയന്തി നമ്മൾ ആഘോഷിച്ചു. കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ 2000 വർഷം, കർത്താവിൻ്റെ 2000ത്തെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചു. അതിന് തൊട്ടു തലേ വർഷം 1999 വർഷം മരിയൻ ഇയറായിരുന്നു, മരിയൻ വർഷമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞു, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മര്യഭക്തനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശ്വാസികളോട് പറഞ്ഞു, ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ പോലെ നിങ്ങൾ ഓരോരുത്തരും അമ്മയെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ഈ യോഹന്നാൻ ഒരു പ്രതീകമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും പ്രതീകമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോ നമുക്ക് ഈ അമ്മയെ ഏൽപ്പിച്ചു തരുമ്പോൾ സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ഈ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം. ബാക്കി കാര്യങ്ങൾ മാതൃകയായി നിന്നുകൊണ്ട്, മധ്യസ്ഥയായി നിന്നുകൊണ്ട് ഈ അമ്മ തന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ നമ്മുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ, ദുരിതങ്ങളിൽ, രോഗങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ എല്ലാം കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ നിൽക്കണം. അപ്പോൾ ഈശോ നമുക്ക് അമ്മയെ നൽകും, നമ്മളെ സഹായിക്കുവാനായിട്ട്. 3ാമത്തെ ചോദ്യം ഓർക്കുന്നുണ്ടോ? ഈ അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയതാ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും? അതാണ് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമെന്ന് എനിക്കറിയാം. അമ്മമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് വല്യമ്മമാർ, ആൻറ്റിമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന എന്താണ്? സമ്മാനം. ഈ അമ്മയും സമ്മാനവുമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക. നമുക്ക് സമ്മാനം, 2 കൈയിലും പിടിക്കുവാനുള്ള സമ്മാനം. സമ്മാനം നമുക്ക് എന്താണെന്ന് നോക്കാം. 2 കൈയിലും സമ്മാനം. പരിശുദ്ധ അമ്മയുടെ 2 കൈയിലും സമ്മാനം. 1ാമത്തെ സമ്മാനം ജപിക്കുവാൻ ജപമാല, സ്വർഗത്തിൽ തരുന്ന സമ്മാനമാണ്. 2ാമത്തെ സമ്മാനം ധരിക്കുവാൻ. ഇത് കണ്ടിട്ടുണ്ടോ? എന്നത് ബന്ധിക്കും, ഉത്തരീയം. ധരിക്കുവാൻ ഉത്തരീയം, ജപിക്കുവാൻ ജപമാലയും ധരിക്കുവാൻ ഉത്തരീയവും, 2 സ്വർഗീയ സമ്മാനങ്ങളുമായിട്ടാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്നലെ ജോബിയച്ചൻ ജപമാലയുടെ ശക്തിയെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിച്ചു. സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ആരാധനയുടെ ആരാധനയായ വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായ യാമപ്രാർത്ഥനകൾ, കാനോനിക്കൽ പ്രേയേഴ്സ്. അത് കഴിഞ്ഞാൽ കുടുംബത്തിലെ ദീപബലി എന്നറിയപ്പെടുന്ന ജപമാല, അണുബോംബിനെ കഴിഞ്ഞും ശക്തിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. സുവിശേഷം ചരടിൽ കോർത്ത മാലയാണ് ജപമാല എന്ന് വിശുദ്ധനായ ചാവർ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവൻ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുത പ്രാർത്ഥനയാണ് ജപമാല എന്ന് നമ്മൾ കണ്ടു. അണുബോംബിനെ കഴിഞ്ഞ് ശക്തിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്നലെ ജോബി അച്ഛൻ സൂചിപ്പിച്ചു,
1945 ഓഗസ്റ്റ് 7-ന് 9-ലും ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ അമേരിക്ക ആറ്റം ബോംബിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ചത്തൊടുങ്ങി. ഒരു ജീവി പോലും അവിടെ അവശേഷിക്കാത്ത അവസ്ഥയായി. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ റേഡിയേഷൻ കൊണ്ട് 1,30,000-ത്തിലധികം ആളുകൾ മരിച്ചുവെന്നാണ് ഗവൺമെൻറ് കണക്ക്. എന്നാൽ ഈ അപകട സ്ഥലത്ത് നിന്ന് 4 ഈശോ സഭാ വൈദികർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇന്നലെ നമ്മൾ കേട്ടതാണ്. 200-ലധികം ഡോക്ടർമാർ അവരെ പരിശോധിച്ചിട്ട് അവരോട് പറഞ്ഞു, ഏറ്റവും കൂടി വന്നാൽ ഒരാഴ്ച നിങ്ങൾ ജീവിക്കും. എന്നാൽ ഈ ബോംബ് വർഷത്തിൻ്റെ 30-ാമത്തെ വാർഷികത്തിൽ അവരിൽ ഒരുവനായ ഒരു വൈദികൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. കാരണം ഫാത്തിമയിൽ വെളിപ്പെടുത്തിയതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് മുടങ്ങാതെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ അണുബോംബിന് ഞങ്ങളുടെ ജീവനെ തകർക്കുവാൻ സാധിച്ചില്ല. 1956 അമേരിക്കയും റഷ്യയും സൂപ്പർ ആറ്റോമിക് പവറായിട്ട് നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ 1956 നവംബർ 18-ാം തീയതി വെസ്റ്റേൺ അംബാസഡേഴ്സ് മീറ്റിങ്ങിൽ വെച്ച് അന്നത്തെ USSRന്റെ പ്രസിഡൻ്റായിരുന്ന നികിത ക്രൂഷ്ചേവ് ഒരു ഭീഷണി മുഴക്കി. ഞങ്ങൾ USSR പറയുന്നത് പോലെ അമേരിക്കയടക്കമുള്ള രാഷ്ട്രങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കുഴിച്ചു മൂടും. വി വിൽ ബറി യു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞങ്ങൾ നിങ്ങളെ കുഴിച്ചു മൂടും. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, സൂപ്പർ ആറ്റോമിക് പവർ പറഞ്ഞാൽ ചെയ്യുന്ന വ്യക്തികളാണ്, രാജ്യമാണ്. അതുകൊണ്ട് ഈ വാർത്ത കേട്ട് രാജ്യങ്ങൾ ഞെട്ടിവിറച്ചു. ആർക്കും പരിഹാരം കാണാൻ സാധിച്ചില്ല. പക്ഷേ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ പെട്ടെന്നൊരു കാര്യം ഓർത്തു. 1917 6 പ്രാവശ്യം ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം ഊന്നി പറഞ്ഞു, രക്ഷയെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. 1984 പരിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ രക്ഷയെ, USSRനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം നടന്നേക്കുന്ന സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അവരുടെ ആണവ നിലയം പൊട്ടിത്തെറിക്കുന്നു. ആരെ കൊല്ലണം, ആരെ നശിപ്പിക്കണമെന്ന് നോക്കി നടന്ന അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ മരണപ്പെടുന്നു. മിഖായേൽ ഗോർബച്ചോവിൻ്റെ പതനം, മാനസാന്തരം, അതുവഴിയായിട്ട് റഷ്യയുടെ പതനവും ഇന്ന് ലോകത്തിലെ മാതൃകാപരമായിട്ടുള്ള ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു രാജ്യമായിട്ട് റഷ്യ മാറിയിരിക്കുകയാണ്. ജപമാലയുടെ ശക്തി. ജോബി അച്ഛന് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. കർമ്മലോത്തിരിയ സൈന്യമെന്നാണ് ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ പേര്. ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ആളുകൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ 50 നോയമ്പിൽ 1.5 ലക്ഷം ജപമാലകൾ ചൊല്ലി ഈ കൂട്ടായ്മയിലുള്ള ആളുകൾ. ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഞാനും ദൈവബലിയിലും ആരാധനയുടെ സമയത്തും ആളുകൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പല വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള വ്യക്തികൾ വിവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഞാനിത് വിവരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജപമാലയുടെ ശക്തി എന്താണ് എന്ന്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി എന്താണ് എന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സമ്മാനമായി തരുന്ന ഈ ജപമാല നമ്മൾ മുറുകെ പിടിക്കണം. ഇത് കഴുത്തിൽ ധരിക്കുവാനുള്ള ആഭരണമല്ല, കഴുത്തിൽ ധരിക്കുവാനുള്ള ഒരു
അടയാളം, സംരക്ഷണ പത്രം പരിശുദ്ധ അമ്മ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഉത്തരീയം, സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ സമ്മാനം. ധരിക്കുവാൻ ഉത്തരീയം. പലർക്കും ഇത് വലിയ പരിചയം കാണാനുള്ള സാധ്യതയില്ല. ആകപ്പാടെ നമ്മൾ കാണുന്നത് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അച്ഛൻ അത് കുട്ടികളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു. പിള്ളേർ അന്നേരം തന്നെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഊരി എവിടെയെങ്കിലും കൊണ്ടിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചങ്കയിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരെണ്ണം കൊണ്ട് പിറ്റ് ചെയ്ത് വെക്കും. കഴുത്തൊക്കെ ഇങ്ങനെ മരച്ചിരിക്കുകയാണെങ്കിൽ മിക്കവാറും അത് ചങ്കയിലൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം കീറുകയല്ല. ഉത്തരീയം. കത്തോലിക്ക സഭയിൽ മരിയ വണക്കത്തിൽ, മരിയ ഭക്തിയിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്, ചൊരിയപ്പെട്ടിട്ടുള്ളത് ഈ ഉത്തരീയ ഭക്തി വഴിയാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 12-ാം നൂറ്റാണ്ടിൽ 1251 ജൂലൈ മാസം 16-ാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഇത് എൻ്റെ വസ്ത്രമാണ്. ഇത് ഭക്തിയോടെ ധരിക്കുവാൻ നീയും നിന്റെ സഭാംഗങ്ങളും പരിശ്രമിക്കണം. ഇത് ഭക്തിയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ധരിക്കുന്ന വ്യക്തികളെ നിത്യ നരകാഗ്നിയിൽ നിന്ന് ഞാൻ രക്ഷിക്കും. ഇതെൻ്റെ സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. അന്നു മുതൽ ഇന്നുവരെ 25-ലധികം മാർപ്പാപ്പാമാര് 400-ലധികം പ്രബോധനങ്ങളിലൂടെ ഈ ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, നിത്യരക്ഷയുടെ അടയാളമായ ഈ സ്വർഗീയ സമ്മാനം ദിവസത്തിലെ 24 മണിക്കൂറും നമ്മൾ ധരിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യായും വിശുദ്ധ കൊത്രേസ്യായും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും ഡോൺ ബോസ്കോയും അൽഫോൻസ് ലിഗോരിയും തുടങ്ങിയ വിശുദ്ധരെല്ലാവരും തന്നെ ഈ ലോകത്തിലെ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മരിയഭക്തനായ ജോൺ പോൾ രണ്ടാമൻ അടക്കമുള്ള വിശുദ്ധാത്മാക്കളെല്ലാം ഉത്സാഹത്തോടെ പ്രചരിപ്പിക്കുന്ന ഒരു ഭക്തിയാണ് ഉത്തരീയ ഭക്തി, പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സമ്മാനം. ജോൺ 22-ാം മാർപ്പാപ്പായ്ക്ക് പരിശുദ്ധ അമ്മ 1322 പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ നീ മക്കളെ ഇത് ധരിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കണം. ഇത് ധരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുന്ന ഉത്തരീയ ഭക്തരായ ആത്മാക്കളെ അവരുടെ മരണത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും. അമ്മ കൊടുത്ത വാഗ്ദാനമാണത്. ശനിയാഴ്ച വരം, സാബറ്റൈൻ പ്രിവിലേജ് എന്നാണ് സഭ ഇതിനെ പഠിപ്പിക്കുക. ഈ ശുദ്ധീകരണത്തിന് കയറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉത്തരീയം കാണാത്ത ആളുകളുടെ ശവശരീരത്തിന് മൂളിക്കൊണ്ട് നമ്മളിപ്പോൾ ഈ ഉത്തരീയം കൊണ്ട് ഭിത്തി ചെയ്തു വെക്കുന്നത്. ഉപകാരമില്ല. ബോധ്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി ഇത് നമ്മൾ 24 മണിക്കൂറും ധരിക്കണം. വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ലഭിക്കുവാനായിട്ട്, മരണാനന്തര ജീവിതത്തിലേക്ക് അമ്മയുടെ സംരക്ഷണം മാധ്യസ്ഥം ലഭിക്കുന്നതിന് അമ്മയുടെ സംരക്ഷണ വസ്ത്രമായ ഈ ഉത്തരീയം ഭക്തിയോടെ നമ്മൾ ധരിക്കണം. ഇത് ഒരു മാന്ത്രിക ചരടൊന്നുമല്ല. നമുക്കറിയാം, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അടുത്ത് ഒരു പെൺകുട്ടി ഒരിക്കൽ ചെല്ലുകയുണ്ടായി. ആ പെൺകുട്ടി സാധാരണ ഇടയ്ക്കൊക്കെ പള്ളി വരുന്ന ആളായതുകൊണ്ട് ഇവളെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം ഇവൾ വളരെ അശ്രദ്ധമായിട്ട്, വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടു. കരിസ്മാറ്റിക്കൊന്നും അധികം ഡെവലപ്പ് ചെയ്യാതിരുന്ന കാലത്ത് ഈ വിഷയത്തിൽ ഒത്തിരി ദർശനപരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന വലിയ കൃപ ലഭിച്ച വലിയ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇവളെ വിളിച്ച് ചോദിച്ചു കുർബാന കഴിഞ്ഞപ്പോൾ, മോളെ എന്നാ പറ്റി നിനക്ക്? ഇവൾ പറഞ്ഞു, ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ല, നിനക്ക് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്, നീ തുറന്ന് പറഞ്ഞോളാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവൾ ഇവിടെ വിഷമിച്ചാണെങ്കിലും പറഞ്ഞു, ഇന്നലെ ഞാൻ
ഇവിടെയുള്ള ഡിസ്കോത്തേക്കായിൽ പോയി. പക്ഷേ ഒരു ചെറുക്കം പോലും എന്നെ സെലക്ട് ചെയ്തില്ല. യൂറോപ്പിൻ്റെ സംസ്കാരം അനുസരിച്ച് 12 വയസ്സോടുകൂടി ചെറുക്കൻ പെണ്ണിനെ, ഒരു ചെറുക്കനാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ചെറുക്കനെ നമ്മുടെ നാട്ടിലല്ല, യൂറോപ്പിൽ കണ്ടുപിടിച്ചിരിക്കണം. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, പിന്നെ അവർ ഭാര്യാഭർത്താക്കന്മാരൊക്കെ പോലെ അങ്ങ് ജീവിക്കുന്നു. മിലാനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്ഥാപനത്തിൽ 2000 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയ സംവിധാനങ്ങൾ. ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ ആയിട്ട് അങ്ങോട്ട് പോകാം. ശരീരത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങൾ, ലോകസുഖങ്ങൾ ആസ്വദിക്കുവാനായിട്ട് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും കാരണവശാൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി ഇതിൻ്റെ വാതൊക്കെ പോയി നിന്നാൽ മതി, ആരെങ്കിലും നമ്മളെ സെലക്ട് ചെയ്തോളും. ഇവളങ്ങനെ പോയി, ഒരാഗ്രഹം തോന്നിപ്പോയതാ. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അണിഞ്ഞൊരുങ്ങി നിന്നെങ്കിലും പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു. ആരും ഇവളെ സെലക്ട് ചെയ്തില്ല, ഒരു ചെറുക്കനും അവളെ സെലക്ട് ചെയ്തില്ല. അതാണ് അവിടെ വിഷമം. അപ്പോൾ ഈ വിശുദ്ധൻ ചോദിച്ചു, മോളെ നിൻ്റെ കഴുത്തിൽ ഒരു ഉത്തരീയം ധരിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഉണ്ട്, എൻ്റെ അമ്മ എന്നെ നിർബന്ധമായിട്ട് ഇരിപ്പിച്ചിരിക്കുന്നതാണത്, ഊരാൻ സമ്മതിക്കത്തില്ല. ഈ വിശുദ്ധൻ പറഞ്ഞു, അതാണ് കാരണം ഇത് പരിശുദ്ധ അമ്മയുടെ വസ്ത്രമാണ്. ഇത് ധരിക്കുന്ന വ്യക്തികളെ പരിശുദ്ധ അമ്മ പൊതിഞ്ഞു സൂക്ഷിക്കും. ആർക്കും നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മോശമായിട്ടുള്ള യാതൊരു വികാരങ്ങളും ഉണ്ടായില്ല. ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ സുന്ദരിയാണെങ്കിലും അണിഞ്ഞൊരുങ്ങി നിന്നെങ്കിലും ഇവളെ കണ്ടപ്പോൾ ഒരു സഹോദരിയായി പെങ്ങളുടെ സ്ഥാനത്ത് ഒക്കെയാണ് ആളുകൾ കണ്ടത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമർപ്പിതരെ, യുവാക്കന്മാരെ, നമ്മൾക്ക് ശുദ്ധത പാലിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമുണ്ട്. പരമപരിശുദ്ധനായ ദൈവം പരിശുദ്ധിയോടുകൂടി അമലോത്ഭവയായി പാപത്തിൻ്റെ പുരളാതെ ഒരു സൃഷ്ടിയെ രൂപപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടണം. ആ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വസ്ത്രമാണ് ഈ ഉത്തരീയം. ഇത് ധരിച്ചുകൊണ്ട് 24 മണിക്കൂറും ധരിച്ചുകൊണ്ട് ശുദ്ധത കാത്തു പരിപാലിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ടാകും എന്ന് അനേക 1000 സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. നമ്മളെ കാണുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ദുരൂഹമായ സാഹചര്യങ്ങളിലൂടെ ഒറ്റപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അരുതാത്തത് സംഭവിക്കാതിരിക്കുവാൻ, മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി വേണ്ടാത്തത് തോന്നാതിരിക്കുവാൻ, മൈസൂറിൽ നമ്മൾ കണ്ടു, 4 പേര് കൂടി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. 4 പേരുടെ മൊബൈൽ നമ്പർ കേരളയും ഒരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ, ബാക്കി വിവരങ്ങൾ എനിക്കറിയാൻ പാടില്ല, അല്ലേ? അന്വേഷണം നടക്കുന്നു. കാരണം എന്താ? ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം, അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ അമ്മയുടെ സംരക്ഷണം നമുക്ക് തേടണം. ഞാൻ പറയുന്നത് മാന്ത്രിക ചരടല്ല. വിശ്വസ്തയോടുകൂടി വെഞ്ചരിച്ച ഉത്തരീയം മേടിച്ച് ഒരു വൈദികൻ നമ്മൾ ധരിച്ചിട്ട് 24 മണിക്കൂറും ധരിക്കുകയും അമ്മയുടെ സംരക്ഷണം തേടി ഓരോരുത്തരും അവരായിരിക്കുന്ന ജീവിത അവസ്ഥയിൽ വിശുദ്ധി കാത്തു പരിപാലിക്കാനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പണ്ടത്തെ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ഒപ്പീസ് ചെല്ലണം. ഇപ്പോൾ അങ്ങനെയില്ല, ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതും വേണ്ട. തുടക്കത്തിലെ നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഓർക്കുന്നുണ്ടോ? വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയുടെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി. പരിശുദ്ധ അമലോത്ഭവ മാതാവ്, എൻ്റെ അമ്മേ, എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ മരണത്തെയും എൻ്റെ മരണാനന്തര അവസ്ഥകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ മേലങ്കി കൊണ്ട് എൻ്റെ ആത്മാവിനെ പൊതിയണമേ. എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും വിശുദ്ധിയിൽ നിറയ്ക്കണമേ. ആമേൻ. അപ്പോൾ ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് 24 മണിക്കൂറും ധരിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വിശുദ്ധി കാത്തു പരിപാലിക്കുവാൻ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥന കൂടി നമ്മൾ ചൊല്ലുക. അമ്മയുടെ സംരക്ഷണം നമുക്കുറപ്പാണ്.
വലതുകരം ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുകയാണ്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ് നാലാമത്തെ? സമ്മാനം കിട്ടി. അമ്മ ആരാണെന്ന് മനസ്സിലാക്കി, അമ്മ എവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കി, അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തരുമെന്ന് നമ്മൾ മനസ്സിലാക്കി, അമ്മ വീട്ടിലായി. ഇനി പോകാതിരിക്കാനുള്ള വഴി നമ്മൾ നോക്കണം. പഴയ ഇതൊക്കെ അനുസരിച്ചാണെങ്കിൽ ഗസ്റ്റ് വന്നാൽ, ബന്ധുക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടയും ബാഗും ചെരുപ്പും ഒക്കെ കൊണ്ട് നമ്മൾ പാത്ത് വെക്കും. അത് കിട്ടിയിട്ടില്ല അവർ പോവുള്ളൂ, അവരെ വിടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ചെറിയ സൂത്രപ്പണികൾ ചെയ്താലേ അമ്മ പോകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് 5 സൂത്രപ്പണികൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുകയാണ്. 1, പരിശുദ്ധ അമ്മയുടെ മകനാണ് മകളാണ് ഞാൻ എന്ന് തിരിച്ചറിയാനൊരു അടയാളം എൻ്റെ ശരീരത്തിലുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ മകനാണ് മകളാണ് ഞാൻ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരടയാളം എൻ്റെ ശരീരത്തിലുണ്ടാകണം. ഏറ്റവും നല്ലത് ഉത്തരീയം, കൊന്തയല്ല. ഇപ്പോൾ കൊന്ത കഴുത്തിലിട്ട് നടക്കുന്നൊരു പാഷനായിട്ട് മാറിയിരിക്കുക. കൊന്തയിട്ട് കഴുത്തിലിട്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൊന്ത കഴുത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ മാതാവിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ അറിവ് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം. കുരിശിൻ്റെ സംരക്ഷണം, ഇതിലുള്ള കുരിശിൻ്റെ സംരക്ഷണം ഏതായാലും നമുക്ക് കിട്ടും. പിന്നെ പോക്കറ്റിലിടുന്ന കഴിക്കാൻ നല്ലത് കഴുത്തിലണിയുന്നതാണ്. ചെല്ലുവാനായിട്ട് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. പക്ഷേ കഴുത്തിൽ ധരിക്കുവാനുള്ളത് ഉത്തരീയം, എന്തെങ്കിലും ഒരു അടയാളം, അല്ലെങ്കിൽ മിറാക്കുലസ് മെഡൽ. കേട്ടിട്ടുണ്ടോ? ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന ജമൈക്കക്കാരനായ ഒരു അത്ഭുത കാപ്പിരിക്കുട്ടൻ 3 ഒളിമ്പിക്സിലായി 9 സ്വർണ്ണ മെഡലുകൾ നേടിയത് നമ്മൾ കേട്ട് കാണും. 2016 കൂടി 8 സ്വർണ്ണ മെഡലുകൾ നേടി. 8 പ്രാവശ്യം. ഈ കൊച്ചു രാജ്യം, കേരളത്തിൻ്റെ ജനസംഖ്യയേ ഉള്ളൂ 3 കോടി, 130 കോടിയുള്ള നമുക്ക് ഒരെണ്ണം വളരെ വിഷമിച്ചാണ് നമ്മൾ മേടിക്കുക. 9 സ്വർണ്ണ മെഡലുകൾ ഈ മനുഷ്യൻ്റെ കഴുത്തിലേക്ക് അണിഞ്ഞു. ഈ അണിയുന്ന സമയത്ത് ജമൈക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നാഷണൽ ആന്തം മുഴങ്ങുമ്പോൾ ലോകം മുഴുവൻ കാണത്തക്ക രീതിയിൽ ഈ വ്യക്തി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കും, ചങ്കുപിരിച്ച്. കാരണം രാജ്യത്തിന് വേണ്ടിയാണ് മെഡൽ നേടിയിരിക്കുന്നത്. നാഷണൽ ആന്തം കഴിയുമ്പോൾ ആ സ്വർണ്ണ മെഡൽ ഊരിവെക്കുന്നു. പക്ഷേ ഒരു മെഡല് 24 മണിക്കൂറും ആ മനുഷ്യൻ കഴുത്തിൽ അണിയുമെന്ന് പറഞ്ഞ് ലോകത്തിനോട് സാക്ഷ്യപ്പെടുത്തി. 9 സ്വർണം, 8 സ്വർണ്ണ മെഡലുകളും മാറ്റി. എന്നിട്ട് ഒരു മെഡൽ ഉയർത്തി കാണിക്കുക, ഇതെൻ്റെ ശരീരത്തിൽ ഞാൻ മാറ്റത്തില്ല. ഇതാണ് അത്ഭുത മെഡൽ. ഈ മെഡലിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ് സർവ്വ വിജയങ്ങൾക്കും അടിസ്ഥാനം. ഈ പ്രാവശ്യത്തെ ഒളിമ്പിക്സിൽ ഫിലിപ്പൈൻസിന് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി സ്വർണ്ണ മെഡൽ ഉയർത്തി കാണിച്ചതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ അത്ഭുത മെഡലും പിടിച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടു കാണും. ഈ സ്വർണ്ണ മെഡൽ എനിക്ക് നേടിത്തന്നത് ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരടയാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. 1, ബോബി ചെമ്മണ്ണൂരിൻ്റെ അല്ല. പണ്ട് നാട്ടിലൊരു കാർ അപകടം നടന്നു. ആരാ എന്നാന്ന് പിടുത്തം കിട്ടാത്തത്? പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മെസ്സേജുകളൊക്കെ വെച്ച് പിടുത്തം കിട്ടുന്നില്ല. ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായത് ഒരാളുടെ മാല പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടയാളമുണ്ട് സ്വർണ്ണമാലയിൽ. ബോബി ചെമ്മണ്ണൂരിൻ്റെ അടയാളം കൊണ്ട് സ്വർഗവാതിക്കൽ ചെന്ന് കഴിഞ്ഞാൽ പത്രോസ്ലീഹ തുറന്നു തരും എന്നാരും വിചാരിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. 1. രണ്ടാമത്തത്, ത്രികാല മരിയൻ പ്രാർത്ഥന ദിവസവും നമ്മൾ ചെയ്യണം. 3 കാലം, 3 കാലം, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു അത്ഭുത മരിയൻ പ്രാർത്ഥനയുണ്ട്. ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ്? കർത്താവിൻ്റെ മാലാഖ ഏറ്റവും വലിയ മരിയൻ പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്കും
വൈകിട്ടും കുരിശുമണി അടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ മരിയം പ്രാർത്ഥന അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ത്രികാല ജപം ഏറ്റവും വലിയ മരിയം പ്രാർത്ഥനയാണ്. ഭക്തിയോടെ നമുക്ക് എല്ലാ ദിവസവും അത് ചെല്ലണം, അമ്മയുടെ സംരക്ഷണം തേടാം. 3, ജപമാല മുടങ്ങരുത്, ജപമാല മുറിയരുത്. 4, ഒരു മരിയൻ ഗ്രോട്ടോ നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ നാട്ടിൽ അധികമില്ല. ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് ഒരു ഗ്രോട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ രൂപമൊക്കെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളുടെയും മുറ്റത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കാം കുറച്ച് ചെടികളൊക്കെ വെച്ച് ചെറിയ ഒരു ഗ്രോട്ടോ ഉണ്ടാക്കി അവിടെ മാതാവിൻ്റെ രൂപം വെക്കും, അവിടെ പൂക്കൾ വെക്കും. സായിപ്പും മദാമയൊക്കെ കുടുംബത്തിലുള്ളവർ എല്ലാ ദിവസവും പോയി അവിടെ ഒരു എത്ര മാതാവെങ്കിലും മിനിമം അവർ ചെല്ലും. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് നല്ലതാണ്. ഈ ഭവനം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് എന്നതിൻ്റെ അടയാളമായി ഒരു മരിയൻ ഗ്രോട്ടോ നമുക്കുണ്ടാക്കണം. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇനി വികാരിച്ചമാരല്ലേ നിങ്ങളെ പിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞേക്കല്ല്, മുറിക്ക് അത് ചെയ്താൽ മതി. നമ്മുടെ ഓരോരുത്തരുടെയും മുറിയിൽ മേശപ്പുറത്ത് മാതാവിൻ്റെ ഒരു രൂപം എടുത്ത് വെക്കണം, ഒരടയാളമായിട്ട്. അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു, അമ്മ നമ്മളെ സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുവാൻ ഒരു രൂപം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സാധിക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ മേശപ്പുറത്ത് നമ്മുടെ സ്വന്തം മുറിയിൽ കട്ടിലിൻ്റെ അടുക്കൽ വെക്കണം. നല്ലതത്. 5, ഒരു മരിയൻ മന്ത്രം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന സദ്ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ള അത്യാവശ്യമുള്ള സംഗതിയാണ്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഒരു മരിയൻ മന്ത്രം, മരിയൻ പ്രാർത്ഥന. വിശുദ്ധ ഫൗസ്തീന നമ്മളെ പഠിപ്പിച്ച ഫൗസ്തീനായുടെ ഹൃദയസ്പർശിയായ പ്രാർത്ഥന നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ അമ്മ ആരാണെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. അതുപോലെ ഒരു സൃഷ്ടിയെ ദൈവം അതിനു മുമ്പും സൃഷ്ടിച്ചിട്ടില്ല, ഇനി സൃഷ്ടിക്കാൻ പോകുന്നില്ല. അത്രയും പൂർണ്ണതയുള്ള സൃഷ്ടി. ഈ സൃഷ്ടിയെപ്പറ്റി ലോകം വിലയിരുത്തുന്നത് ലോകത്തെ സ്വാധീനിച്ച സ്ത്രീ എന്നാണ്. സഭ പഠിപ്പിക്കുന്നത് 4 വിശ്വാസ സത്യങ്ങളാണ്. ഒന്നാമത്തേത്, അവൾ അമലോത്ഭവയാണ്. ആ തിരുനാൾ നാളെ നമ്മൾ ആഘോഷിക്കുന്നു. പരമപരിശുദ്ധയാണ്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവളാണ്. 2ാമതായിട്ട് അവൾ ദൈവത്തിൻ്റെ മാതാവാണ്. 3, നിത്യകന്യകയാണ്. 4, അവൾ സ്വർഗാരൂപിതയാണ്. സ്വർഗം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്നലെ നമ്മൾ കേട്ടതാണ്, ജോബിയച്ചൻ നമ്മളെ ഓർപ്പിച്ചു. ലൂക്ക 1:28. പിതാവായ ദൈവം ഇവൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവ കൃപ നിറഞ്ഞവൾ. ദൈവത്തിൻ്റെ കൃപ ഇത്രയും സമർത്ഥമായിട്ട് വർഷിക്കപ്പെട്ട ഒരു സൃഷ്ടി പോലും ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണവൾ. ഈ അമ്മയെ നമ്മൾ വണങ്ങുകയാണ്. മാലാഖമാരേക്കാൾ വിശുദ്ധരേക്കാൾ ഉപരിയായിട്ടുള്ള സ്ഥാനം നൽകപ്പെട്ടവളാണ്. ഈ അമ്മയെ നമുക്ക് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോ നമുക്ക് സമ്മാനമായിട്ട് തരും. നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ കുരിശിൻ്റെ ചുവട്ടിൽ വിശ്വാസത്തോടെ നമ്മൾ നിന്നാൽ ഈ അമ്മയെ നമുക്ക് ഈശോ സമ്മാനമായിട്ട് തരും. ഈ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ അമ്മ നമുക്ക് 2 സമ്മാനങ്ങൾ തരും. ജപിക്കുവാനുള്ള ജപമാലയും ധരിക്കുവാനുള്ള ഉത്തരീയവും. ഇത് രണ്ടും ഭക്തിപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അമൂല്യ സ്വർഗനിധികളായി കരുതിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്ക് നയിക്കും. ഈ വീട്ടിൽ വന്ന അമ്മ പോകാതിരിക്കുവാൻ, എപ്പോഴും കൂടെ ഉണ്ടാകുവാൻ, നമ്മുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം നവീകരിക്കപ്പെടുവാൻ 5 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം എന്ന് നമ്മൾ കണ്ടു. 1, പരിശുദ്ധ അമ്മയുടെ മകനാണ്, മകളാണ് ഞാൻ എന്ന് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചതിൻ്റെ ബാഹ്യ അടയാളം എൻ്റെ ശരീരത്തിൽ 24 മണിക്കൂറും ഉണ്ടാകണം. അത് ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തരീയമായിരിക്കട്ടെ. 2, മരിയൻ
പ്രാർത്ഥന, ത്രികാല ജപം ഭക്തിയോടെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ച് ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം മുടങ്ങാതെ. 3, ജപമാല മുറിയരുത്. ജപമാല ചെല്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതം കടന്നു പോകരുത്. 4, ഒരു മരിയൻ ഗ്രോട്ടോ സാധിക്കുമെങ്കിൽ വീടിൻ്റെ മുറ്റത്ത്, ഇല്ലെങ്കിൽ മുറിയിൽ, അതും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ മൂലയ്ക്കെങ്കിലും ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടാകണം. അമ്മ നമ്മുടെ കട്ടിലിൽ ഉണ്ടാകട്ടെ. താരാട്ട് പാടുന്ന സ്നേഹമുള്ള അമ്മയായിട്ട്. 5-മതായിട്ട് മരിയൻ മന്ത്രം, മരിയൻ പ്രാർത്ഥന, വിശുദ്ധ പൗസീന നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന. അത് നമുക്ക് കണ്ണുകളടച്ച് ഏറ്റുചൊല്ലാം ഒരു പ്രാവശ്യം. പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ, പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ, എൻ്റെ ആത്മാവിനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ മരണത്തെയും എൻ്റെ മരണത്തെയും എൻ്റെ മരണാനന്തര അവസ്ഥകളെയും എൻ്റെ മരണാനന്തര അവസ്ഥകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ മേലങ്കിയാൽ അവിടുത്തെ പരിശുദ്ധമായ മേലങ്കിയാൽ എൻ്റെ ആത്മാവിനെ പൊതിയണമേ. എൻ്റെ ആത്മാവിനെ പൊതിയണമേ. എൻ്റെ ആത്മാവിനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ശരീരത്തെയും വിശുദ്ധിയിൽ നിറയ്ക്കണമേ. വിശുദ്ധിയിൽ നിറയ്ക്കണമേ. ആമേൻ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.